സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണം. പ്രചാരണത്തിന്റെ അവസാന ദിവസം കൊട്ടിക്കലാശത്തോടെ ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള നിശബ്ദ പ്രചാരണ കാലയളവിൽ മണ്ഡലങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ പലയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് വലിയ പോരാട്ടം നടക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. അവിടെ കൊട്ടിക്കലാശം പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും പരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? പൊടിപൂരമായിരിക്കും. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ഗോകുൽ. എന്തായാലും 25 ദിവസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അത് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ പരസ്യ പ്രചാരണം അവസാനിക്കാൻ സമയമുള്ളൂ. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണത്തിൻ്റെ സമയം. ഇന്ന് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ മറ്റ് പൊതുപരിപാടികളോ വാഹന അനൗൺസ്മെൻറ്റുകളോ ഒന്നും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ 25 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം അത് ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകത. നേമമാകട്ടെ, വട്ടിയൂർക്കാവാകട്ടെ, കഴക്കൂട്ടമാകട്ടെ, കാട്ടാക്കടയാകട്ടെ, മണ്ഡലങ്ങളിലെല്ലാം വീറും വാശിയുമായി മുന്നണികൾ ശക്തമായി തന്നെ രംഗത്തുണ്ട്. സ്വാഭാവികമായി അവരുടെ കൊട്ടിക്കലാശവും അതേ രീതിയിൽ തന്നെ ആവേശത്തോടെ അണികൾ ഒന്നടങ്കം എത്തി അതൊരു ആഘോഷമാക്കാൻ തയ്യാറാകുകയാണ്. എന്തായാലും നമ്മൾ കൊട്ടിക്കലാശം സാധാരണഗതിയിൽ എപ്പോഴും കാണാറുള്ളത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ പേരൂർക്കടയിലാണ്. പക്ഷേ പേരൂർക്കടയിൽ ഒതുങ്ങില്ല. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം ഇന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പ്രത്യേകമായി തന്നെ 24ഉം അതിനുവേണ്ടിയുള്ള അത് കവർ ചെയ്ത് അതേ രീതിയിൽ അതേ ആവശ്യത്തോടു കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 48 മണിക്കൂറും പൂർണ്ണമായി നിശബ്ദ പ്രചാരണമാണ്. അതായത് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ നിശബ്ദ പ്രചാരണമാണ്. ആ സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പരസ്യങ്ങൾ നൽകുന്നതിന് പോലും പ്രത്യേക മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അപ്രൂവൽ നേരത്തെ തന്നെ വാങ്ങണം. അതുകൂടാതെ ഇന്ന് പരസ്യ പ്രചാരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഇല്ലാത്തവർ, മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്തവർ എല്ലാവരും ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ളവർ മാത്രമായിരിക്കണം തുടരേണ്ടത്. വോട്ടർമാരും ബാക്കിയുള്ളവരെല്ലാം മണ്ഡലം വിട്ടു പോകണം. ഇത്തരത്തിൽ ദേശീയ നേതാക്കളെല്ലാം ഇന്നും ഉണ്ട്. ഇന്നും തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കളുണ്ട്. ദേശീയ നേതാക്കൾ അവർക്ക് വൈകിട്ട് വരെ എല്ലാം ഉണ്ടാവും. പക്ഷേ 6 മണിക്ക് കഴിഞ്ഞാൽ അവരുടെ അതാത് മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം ഓരോ മുന്നണികളും അവരുടെ വോട്ടുകൾ അവസാനം സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചാരണത്തിലായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവർ നടത്തും. എന്തായാലും യോഗങ്ങൾ, പൊതുപരിപാടികൾ, വാഹന അനൗൺസ്മെന്റുകൾ അവയെല്ലാം ഇന്നത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ക്രിസ്റ്റീന, ഗോകുൽ. ശരി ഉമേഷ്, ഏതായാലും തിരുവനന്തപുരത്തെ ആവേശക്കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ സ്വാഭാവികമായും കൊട്ടിക്കലാശത്തിലും ആ ഒരു മത്സരവും വീറും വാശിയും ഒക്കെ അവരുടെ പ്രകടനങ്ങളിൽ, അവരുടെ തയ്യാറെടുപ്പുകളിൽ, ആവേശത്തിലൊക്കെ നമ്മൾ കാണാം. ഇനി കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, UDF വലിയ പ്രതീക്ഷ വെക്കുക, അല്ലെങ്കിൽ 100 സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്നത് മധ്യ കേരളത്തിലാണ്. പ്രത്യേകിച്ച് എറണാകുളം നേരത്തെ തന്നെ UDFന്റെ കൈപ്പിടിയിലുള്ള ഒരു ജില്ലയാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ നഷ്ടമായ പലയിടങ്ങളും വലിയ പ്രതീക്ഷ വെക്കുന്നു. കാര്യമായ പ്രചാരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ 2020 NDA വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങൾ. വലിയ വാശിയും വീറുമുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. തീർത്തും ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇതിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റ് എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മധ്യ കേരളം അവർ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് എറണാകുളവും ഇടുക്കിയും കോട്ടയവും അവർ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ളതാണ്. 9 സീറ്റുകളാണ് എറണാകുളത്തെങ്കിൽ അത് 9-ന് മുകളിലേക്ക്, ഒരു 10-ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനായുള്ള സജീവമായുള്ള പ്രവർത്തനം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. നമ്മൾ ആദ്യം മുതൽ കണ്ടത് പല വിധത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്ന കാഴ്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ.
പ്രചാരണ വിഷയങ്ങൾ മാറി മറിഞ്ഞിരുന്നു. ഡീൽ ഓർ നോ ഡീൽ എന്നുള്ള പല മണ്ഡലങ്ങളിൽ, പകുതിയോളം മണ്ഡലങ്ങളിൽ ഡീൽ വിഷയത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം വയനാട് പുനരധിവാസത്തിലെ വീടുകൾ സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാണിക്കുന്നു. ഇങ്ങനെ ഈ ഒരു 25 ദിവസത്തോളം വലിയ രീതിയിലുള്ള ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും കൂടി ഉയർന്നു വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറവൂർ മണ്ഡലത്തിന്റെ ഭാഗമായത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിട്ടുള്ള പറവൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പറവൂർ മാർക്കറ്റിലാണ്. രാവിലെ തന്നെ നമുക്ക് കാണാം വളരെ സജീവമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കുന്നു. അത്രത്തോളം ആവേശത്തിൽ ഈ ഒരു കലാശക്കൊട്ടിനായി ഓരോ ഭാഗങ്ങളും ഒരുങ്ങുന്നു എന്നുള്ളതാണ് അത് രാവിലെ തന്നെ ഉള്ള ഒരു കാഴ്ച. എങ്ങനെയുണ്ട് ചേട്ടാ പ്രചാരണത്തിന്റെ ഒക്കെ ഒരു പ്രചാരണം ലാസ്റ്റ് ആയില്ലേ? ഇന്ന് 5 മണിക്ക് അടിപൊളിയാണ്. ഒപ്പത്തിനൊപ്പമാണോ? ഒപ്പത്തിനൊപ്പമല്ല, ഇവിടെ സതീശൻ ജയിക്കും. പിന്നെ ഉറപ്പ്, 100% ഉറപ്പ്. 4 നൂറ്റാണ്ട് എന്നുള്ളത് ഇനിയും തുടരും. മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ കേരളത്തിന്റെ. പിന്നെ ഇവിടെ പിണറായി വിജയൻ വന്നാലും രക്ഷയില്ല. അത്രയും ശത്രുക്കളെ അടിച്ചിറക്കും. ഒരു വികസനം നടന്നാലും ഭരണം കിട്ടിയില്ല 10 കൊല്ലം. ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആകെ മാറും. യെസ്, അപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള അവരുടെ ഒരു വാക്കുകൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണവും രാവിലെ ആരംഭിക്കുന്നുണ്ട്. E.T. ടൈസൺ മാസ്റ്റർ അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നു, LDFനായിട്ട് നിൽക്കുന്നു. ഒപ്പം പുനർജനി വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ് പറവൂർ. അപ്പോൾ പറവൂരിൽ മാത്രം നിൽക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഏറ്റവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലമായി BJP കരുതുന്ന ഒരു മണ്ഡലം. അവിടെ 2020 സീറ്റുകൾ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയായി എറണാകുളം ജില്ല മാറുന്നു എന്നുള്ളതുമാണ് ഒരു പൊതുചിത്രമുള്ളത്. ഇപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ, അതായത് മധ്യ കേരളത്തിൽ എത്ര സീറ്റുകൾ നേടും എന്നുള്ളതാണ് UDFന്റെ ഒരു വിജയത്തിൽ ഏറ്റവും പ്രധാനമാവുക. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചിട്ടുള്ള അവസാനവട്ട പരസ്യ പ്രചാരണത്തിലേക്ക് ഇനിയുള്ള മണിക്കൂറുകൾ കടക്കും എന്നുള്ളതും തീർച്ചയാണ്. ഗോകുൽ ക്രിസ്റ്റീന. അതാണ് മധ്യകേരളത്തിൽ നിന്ന് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുകയാണ്. വർഷ, വെരി ഗുഡ് മോർണിംഗ്. മലബാർ മേഖല അത് കുണ്ടുപിടിച്ച പ്രചാരണത്തിലായിരുന്നു. ചില വിവാദങ്ങൾ, ചില വിമതശല്യം, ഒപ്പം തന്നെ അല്ലറ ചില്ലറ വിദ്വേഷ പരാമർശങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു പ്രചാരണ കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ആ പോളിംഗിനും കൗണ്ടിങ്ങിനും ഇടയിലുള്ള ഈ ഒരു കുട്ടിക്കലാശം എന്ന് പറയുന്നത് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ്. ഇതിൽ ആരാണ് മുന്നിലെത്തുന്നത്, അതിലും ഒരു മത്സര ബുദ്ധിയോടുകൂടെയാണ് ഇന്ന് പാർട്ടികൾ വരാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്ന് പറയാനുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാനഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. ഇന്ന് വൈകിട്ടോട് കൂടി പരസ്യ പ്രചരണം അങ്ങനെ അവസാനിക്കും. ആഴ്ചകൾ നീണ്ടുനിന്ന വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിലെ എല്ലാ ജില്ലകളിലും നടന്നിട്ടുള്ളത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ പല രീതിയിലുള്ള വിവാദങ്ങളും ഇതിനോടകം ഉണ്ടായി എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പലതും ഉണ്ടായ ഒരു ഇടമായിരുന്നു മലബാർ എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പല രീതിയിലും കെ സുധാകരൻ ഇഷ്യൂ ഉൾപ്പെടെ പല രീതിയിലുള്ള ഈ ഒരു വിവാദങ്ങളും ഈ മലബാറിനെ ബാധിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കോഴിക്കോടേക്ക് വരികയാണെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ പോലും പല രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടായി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇങ്ങനെ മലപ്പുറത്താണെങ്കിലും പല രീതിയിലുള്ള വിമതശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും മലബാർ ഇത്തവണ വളരെ ശ്രദ്ധേയമായ ഒരു പ്രചരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും മലബാറിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിമതശല്യം തന്നെയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ ഈ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള വിമതശല്യമാണ് LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണുള്ളത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 13 മണ്ഡലങ്ങളിൽ 11 എണ്ണവും LDFന്റെ കൈവശമാണുള്ളത്. ബാക്കി 2 എണ്ണം മാത്രമാണ് UDFനുള്ളത്. അതും കോൺഗ്രസിനല്ല. UDFിൽ കോൺഗ്രസിന് ഇതുവരെ സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1/4 നൂറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് സീറ്റില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് നികത്തുക എന്നുള്ളതാണ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. അതിനുവേണ്ടിയുള്ള കഠിനമായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി എത്തി, പ്രിയങ്ക ഗാന്ധി എത്തി, മല്ലികാർജ്ജുൻ ഖാർഗെ എത്തി. അങ്ങനെ നേതാക്കളെ എല്ലാം അണിനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം തന്നെ ഈ അവസാന ദിവസങ്ങളിൽ പോലും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വളരെയധികം മുന്നേറ്റമുണ്ടായ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ തവണ 50ഓളം വർഷമായി ഭരിക്കുന്നത് ഇവിടെ LDF ആണ് കോർപ്പറേഷൻ. എന്നാൽ ഇത്തവണ അങ്ങനെ വടക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മധ്യകേരളത്തിന്റെ കാര്യം പറഞ്ഞാലും വടക്കൻ കേരളത്തിന്റെ കാര്യം പറഞ്ഞാലും ഏത് മുന്നണിയായാലും അവർ ലക്ഷ്യമിടുന്ന ഈ 100 അല്ലെങ്കിൽ 100+, 100, 110 ഇത് ഏത് നേടണമെങ്കിലും വടക്കൻ കേരളത്തിൽ കാര്യമായ സീറ്റ് വർധന ഉണ്ടാവണം. അതിൽ എല്ലാവരും പ്രതീക്ഷ വെക്കുന്നുണ്ട്. വലിയ വാശിയേറിയ പ്രചാരണമാണ് നടന്നത്. ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. ടോബി,
ഗുഡ് മോർണിംഗ്. എന്താണ് കോട്ടയത്തെ ഒരു ആവശ്യം? കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി വഴി കടന്നു പോകുമ്പോൾ ചാണ്ടിയുമ്മന്റെ മാത്രം ഫ്ലെക്സുകളില്ല, പോസ്റ്ററില്ല, അല്ലെങ്കിൽ സാമ്പ്രദായികമായ ഒരു പ്രചാരണ രീതിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒരു അഭിവാദ്യം അർപ്പിച്ചൊരു ഫ്ലെക്സ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലും കാണാൻ പറ്റില്ല. ഞാൻ കടന്നുപോയ വഴിയിൽ എങ്ങും കാണാൻ പറ്റിയില്ല. ഇന്ന് ഈ കൊട്ടിക്കലാശം വരുമ്പോൾ എന്താണ് ചാണ്ടിയുടെ പ്ലാൻ? പുതുപ്പള്ളിയിൽ എങ്ങനെയാവും ഒരു കൊട്ടിക്കലാശം? ഒപ്പം മൊത്തം കോട്ടയത്തിന്റെ ഒരു ചിത്രം എങ്ങനെയാണ്? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച അല്ലെങ്കിൽ 2.5 ആഴ്ചയോളം നീണ്ടു നിന്ന ആ പ്രചരണ കാലത്ത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ വിപിൻ സി വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ആർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ മേൽക്കൈ ആർക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ജില്ല എന്നുള്ളത് കോട്ടയം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ UDFന്റെ ശക്തി കേന്ദ്രമാണ്, കേരള കോൺഗ്രസുകളുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസുകൾ എത്ര സീറ്റ് വാങ്ങുന്നു എന്നുള്ളത്, നേടുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ജോസ് കെ മാണി LDFനൊപ്പം പോയതിനു ശേഷം കോട്ടയം ജില്ലയിൽ 5-4 എന്ന നിലയിലായിരുന്നു. അതായത് 5 സീറ്റ് LDFന് സ്വന്തമാക്കാൻ സാധിച്ചു, 4 സീറ്റ് മാത്രമാണ് UDFിലേക്ക് വന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാലായിൽ ജോസ് കെ മാണി മത്സരത്തിന് ഇറങ്ങുന്നു. അവിടെ ഇത്തവണയെങ്കിലും ജയിക്കണമെന്നൊരു വാശിയോടുകൂടി ജോസ് കെ മാണി കളത്തിലിറങ്ങുമ്പോൾ മാണി സി കാപ്പൻ, അവിടുത്തെ സിറ്റിംഗ് MLA, വീണ്ടും ജനവിധി തേടുന്നു. ഒപ്പം തന്നെ ഷോൺ ജോർജ് കൂടി അവിടേക്ക് വന്നതോടുകൂടി പാലായിൽ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ എല്ലാ ആവേശവും എല്ലാ വീറും വാശിയും നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ കാണാൻ സാധിച്ചു. എന്തായാലും അവിടെ ആര് ജയിക്കുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിന്റെ എല്ലാ പ്രതീതിയും നമുക്ക് പാലായിൽ കാണാൻ സാധിക്കും. തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പൂഞ്ഞാർ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി നോക്കുകയാണെങ്കിലും സമാനമായ രീതിയിൽ PC ജോർജ് മത്സരിക്കുന്നു പൂഞ്ഞാറിൽ. അവിടെയും ത്രികോണ മത്സരത്തിന്റെ എല്ലാ കളവും ഒരുങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മത്സരിക്കുന്നു. ചീഫ് വിപ്പിനെതിരെ ജയരാജന്റെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിപ്രഭാവം ആ മണ്ഡലത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെയും വാശിയേറിയ പോരാട്ടം. പുതുപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അല്പം മുമ്പ് ഗോകുൽ സൂചിപ്പിച്ച പോലെ പോസ്റ്ററുകൾ വേണ്ടെന്ന് വെച്ച് വ്യത്യസ്തമായ ഒരു പ്രചരണ രീതി ചാണ്ടിയുമൻ നടത്തുന്നു. സൈക്കിളിൽ വോട്ട് ചോദിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വൈറലായി. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ BJPയും ഉണ്ട് അവിടെ. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ K അനിൽകുമാർ ഇറങ്ങുന്നു. അതുപോലെ തന്നെ പേരുകളിൽ സാമ്യമുള്ള P അനിൽകുമാർ എന്ന വ്യക്തി NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും അതുപോലെ തന്നെ വിനു ജോബും തമ്മിൽ കേരള കോൺഗ്രസുകളുടെ ഫൈറ്റ് ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ കടുത്തുരുത്തിയിലും. മോൻസ് ജോസഫ് വീണ്ടും ജനവിധി തേടുമ്പോൾ അവിടെ നിർമ്മല ജിമ്മി വരുന്നു. വൈക്കത്ത് ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. CPIയുടെ ഉറച്ച കോട്ട എന്ന് പറയുമ്പോൾ വൈക്കത്ത് CPIയുടെ MLA ആയിരുന്ന K അജിത്ത് NDA പാളയത്തിലേക്ക് BJPയിലേക്ക് വന്ന് സ്ഥാനാർത്ഥിയായി വരുന്നു. ഒപ്പം തന്നെ അവിടെ സണ്ണിയം കബിക്കാടുമായിട്ടുള്ള വിഷയത്തിൽ പ്രാദേശിക ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള ബിനിമോനെ കൊണ്ടുവന്ന് കോൺഗ്രസും വലിയ നീക്കം നടത്തുന്നു. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടം നടക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസുകൾ എത്ര സീറ്റ് നേടുന്നു, ജോസ് കെ മാണി വിജയിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ചർച്ചയാണ്. എന്തായാലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മതസാമുദായിക സംഘടനകളുടെ നിലപാട്. ഏറ്റവും ഒടുവിൽ FCRA വിഷയം വലിയ ചർച്ചയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സഭാധ്യക്ഷന്മാർ ഓരോരുത്തരായി വന്ന് അവരുടെ പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ നടത്തുന്നു. അതിന് കേന്ദ്രമന്ത്രി സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം മറുപടി പറയുന്നു. PC ജോർജിന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ വലിയ ചർച്ചയാകുന്നു. അങ്ങനെ മതസാമുദായിക സംഘടനകൾ NSS ശബരിമല വിഷയത്തിലെടുത്ത നിലപാട്, ഇതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ സർക്കാരിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് NSS സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പല വിഷയങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകളാണോ അതല്ല എന്തെങ്കിലും ട്രെൻഡാണോ എന്നൊന്നും തിരിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പ്രചാരണവും സാഹചര്യമാണ്. പ്രതികരണങ്ങൾ പോലും കോട്ടയത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയാണ്. പല വിഷയങ്ങളുമുണ്ട്, പല കൗതുകങ്ങളുമുണ്ട്. ഈ പറയുന്നത് പോലെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ സൈക്കിൾ പ്രചാരണം മറ്റ് ജില്ലകളിലേക്കും ഒക്കെ ചാണ്ടി പോയിരുന്നു. ഒപ്പം തന്നെ അച്ഛനും മകനും മത്സരിക്കുന്നു തൊട്ടടുത്ത മത്സരങ്ങളിൽ പാലായിലും പൂഞ്ഞാറിലും. അങ്ങനെ ഒരുപാട് കൗതുകങ്ങളും കോട്ടയത്ത് നിന്നുണ്ട്. ടോബി ജോൺസനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.